ഹിസ് ആൻഡ് ഹേഴ്സ് വില്യം ഓൾഡ്രോയിഡ്, ആൻജ മാർക്കോട്ട് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുള്ള ഒരു പുതിയ ഇംഗ്ലീഷ് മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ് ഇന്ന് ഈ സീരീസിനെ കുറിച്ച്. കാടിനോട് ചേർന്ന് ഒരു കാറിന് മുകളിലായിട്ട് ഒരു സ്ത്രീയെ ഒരു രാത്രി ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഒരു ഡിറ്റക്റ്റീവ് തുടങ്ങുമ്പോൾ തന്നെ സെയിം ടൈം ഒരു ന്യൂസ് റിപ്പോർട്ടറും ഇതിന്റെ പിന്നിലെ രഹസ്യം തേടിയെത്തുകയാണ്. ആരാണ് കൊലയാളി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ സീരീസ് നൽകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ ചുമ്മാ എന്തെങ്കിലും കാണാമെന്ന് കരുതി കണ്ടു തുടങ്ങിയ ഒരു സീരീസ് ആണിത്. കണ്ട് 1-2 എപ്പിസോഡൊക്കെ ആയപ്പോഴേക്കും ഒക്കെ ഒരു ഡീസന്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് മിസ്റ്ററി ത്രില്ലർ അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു വന്നത്. ഏകദേശം ലാസ്റ്റ് എപ്പിസോഡ് വരെയും അത് അങ്ങനെ പറയാൻ തോന്നിയുള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സീരീസ് അവസാനത്തെ ഒരു 20 മിനിറ്റ് കൊണ്ട് തകിടം മറിഞ്ഞ് കിടുവായിട്ട് മാറിയതാണ് ഹിസ് ആൻഡ് ഹേഴ്സ് എന്ന സീരീസ്. സോ ഇതിന്റെ ക്ലൈമാക്സിന് വേണ്ടി മാത്രം ഞാൻ ഇതിനൊരു എക്സ്ട്രാ പോയിന്റ് റേറ്റിംഗിൽ കൊടുക്കുമെന്ന് പറയാം. ക്ലൈമാക്സ് എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും തോന്നി. പിന്നെ ഇത് പക്ക 18+ മെറ്റീരിയൽ ആണ് കേട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, അവസാനം വരെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് പോയത്, നല്ല മേക്കിംഗ്, നല്ല പെർഫോമൻസ്, മ്യൂസിക്, ഇതൊക്കെയും സീരീസിന്റെ പോസിറ്റീവ്സ് ആണ്. ഒപ്പം ഇതിലെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ മികച്ചതായിട്ട് തോന്നി. മൊത്തത്തിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് നല്ല രസമുണ്ട്. പ്രധാന ക്യാരക്ടറായിട്ട് വന്ന ആന മാത്യൂസ് എന്ന ജേർണലിസ്റ്റ് ആയിട്ട് വരുന്നത് ടെസ്സ തോംസൺ എന്ന നടിയാണ്. മികച്ച പെർഫോമൻസ് ആയിരുന്നു. ഒരു 100% പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒന്നുമല്ല, നിഗൂഢതയൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് നമുക്ക് ഫീൽ ചെയ്യും. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നായകൻ ഡിറ്റക്റ്റീവ് ജാക്ക് ഹാർപ്പർ ആയിട്ട് വന്നത് ജോൺ ബേൺതാൾ ആണ്. പുള്ളി നൈസ് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ പ്രിയ എന്നൊരു ഇന്ത്യക്കാരി ഡിറ്റക്റ്റീവ് കൂടി ഇതിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. സുനിത മണി എന്ന നടിയാണ് ചെയ്തിരിക്കുന്നത്. നൈസ് ആയിരുന്നു. നായികയുടെ അമ്മയായിട്ട് വന്ന ക്രിസ്റ്റൽ ഫോക്സും അതുപോലെ ലെക്സി ആയിട്ട് വന്ന റെബേക്കയും നൈസ് ആയിരുന്നു. ടെക്നിക്കൽ സൈഡിൽ സീരീസിന്റെ ക്യാമറ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രൊഡക്ഷൻ വർക്ക് ഒക്കെ കൊള്ളാം. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ നൈസ് ആയിരുന്നു, ആ സ്ഥലവും കാടും ഒക്കെ കാണാനായിട്ട്. പിന്നെ ഈ സീരീസിന്റെ അതേ പേരിലുള്ള ആലിസ് ഹീനിയുടെ നോവലിനെ ബേസ് ചെയ്തൊരുക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണ് ഇതിനുള്ളത്. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇതിലെ നായകൻ ഒരു ഊള ക്യാരക്ടർ ആണെന്ന് പലപ്പോഴും നമുക്ക് തോന്നും. നമുക്ക് നായക കഥാപാത്രത്തോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട്, അതങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ ചെന്നുപെടുന്ന കുറെ പ്രശ്നങ്ങൾ സോൾവ് ആയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുക. പറഞ്ഞാൽ ചെറിയ സ്പോയിലർ ആകും. വേണമെങ്കിൽ ഞാൻ ഈ നെഗറ്റീവ് പറയുന്ന പോർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോഴത്തേക്കിനും ഈ നായക കഥാപാത്രം ഇയാളെ ഒരു ക്യാരക്ടർ ഇയാളിങ്ങനെ അത്യാവശ്യത്തിന് ഒരു കാര്യത്തിന് ഓടുമ്പോൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഇയാളോട് നമുക്കൊരു സിമ്പതിയൊക്കെ തോന്നേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊന്നും തോന്നുന്നില്ല. നമുക്ക് ആ ബ്ലോക്ക് ചെയ്ത ആളോടാണ് കൂടുതൽ സിമ്പതി തോന്നുക, മറിച്ച് ഇയാളോടൊരു ഇറിറ്റേഷൻ ആണ് തോന്നുന്നത്. അതുപോലെ പ്രിയ എന്ന ഡിറ്റക്റ്റീവിനോടുള്ള ഇയാളുടെ പെരുമാറ്റം ഒക്കെ ഇയാൾ എന്തൊരു ഊളയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവരങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്, നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ നായകൻ മാത്രമല്ല, ഇതിലെ നായിക കഥാപാത്രവും പലപ്പോഴും മൂളയാണെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഈ 2 ക്യാരക്ടേഴ്സിനോട് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നില്ല എന്നുള്ളത് ഇതിന്റെ ഒരു നെഗറ്റീവായിട്ട് പറയാം. പക്ഷെ ഇതൊന്നും ഈ സീരീസിന്റെ ആസ്വാദനത്തെ വല്ലാതെ ബാധിക്കുന്നുമില്ല. സോ മൊത്തത്തിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സീരീസ്. അധികം പേര് മസ്റ്റ് വാച്ച് എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എൻജോയബിൾ ആയിട്ടുള്ള, വെർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു ആകാംക്ഷ നമുക്ക് ഉടനീളം നൽകുന്ന ഒരു സീരീസ് ആയിരുന്നു. നല്ലൊരു ക്ലൈമാക്സ് ഇതിനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒന്നാണ്. ഇത് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. 40 മുതൽ 48 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. ഇതൊരു ലിമിറ്റഡ് സീരീസ് ആണ്. ഒറ്റ സീസൺ കൊണ്ട് തന്നെ കഥ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇംഗ്ലീഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. തമിഴ് ഡബിംഗ് അവൈലബിൾ ആണ്. പിന്നെ ഓർക്കുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് സ്ട്രിക്ട്ലി 18+ ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. ആദ്യത്തെ എപ്പിസോഡ് മുതൽ തന്നെ സെക്ഷൽ രംഗങ്ങൾ, ന്യൂഡിറ്റി ഒക്കെ സീരീസിലുണ്ട്. അത് ഓർത്തത് കാണുക. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.